ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഒരു പിക്ചർ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഫയൽസ് ആയാലും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലോട്ട് നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാം എന്നാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ സോ ഗൈസ്, ഇത് ചെയ്യാൻ ഭയങ്കര ഈസി സ്റ്റെപ്സ് ആണ്. ഗൈസ്, നിങ്ങൾ പ്ലേ സ്റ്റോറിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഗൈസ്, ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൈസ്, സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ട്രാൻസ്മോർ. ഗൈസ്, ട്രാൻസ്മോർ എന്ന് മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഗൈസ്, നിങ്ങൾക്ക് ആദ്യമേ തന്നെ സെർച്ച് റിസൾട്ട് കിട്ടുന്ന ആദ്യത്തെ വെബ്സൈറ്റ് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഗൈസ്, ആ ആദ്യത്തെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നുണ്ട്. ഗൈസ്, ഇവിടെ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്, ആഡ് ഫയൽസ്. ഇവിടെ ഒരു പ്ലസിൻ്റെ ഐക്കൺ കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും, സൈൻ ഇൻ. ഗൈസ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്താലേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു തരാം. ഗൈസ്, ഇവിടെ ഞാൻ ഇവിടെ സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ആഡ് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോസ് വേണോ ഫോട്ടോസ് വേണോ നിങ്ങൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഗൈസ്, ഇതിനകത്തുള്ള പ്ലേ സ്റ്റോറിലെ വേരിയൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ ആപ്ലിക്കേഷന് അതിനകത്ത് നമുക്ക് വേറെ കുറേ സംഭവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ സംഭവം ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് സംഭവമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു OTP പോലത്തെ ഒരു കോഡ് വരും. OTP അല്ല, ഒരു കോഡ് വരും. ഗൈസ്, ഈ കോഡ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ സെയിം വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ മതി. പക്ഷേ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് അടിക്കുന്ന റിസീവ് എന്നും പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആ റിസീവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ആ എൻ്റർ 6 ഡിജിറ്റ് കീ, ആ കീ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഗൈസ്, നമ്മളെ സംഭവം പെട്ടെന്ന് തന്നെ നമ്മൾ ഡിവൈസിൻ്റെ പേര് കാണിച്ചിട്ട് അത് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. ഭയങ്കര ഈസി സ്റ്റെപ്സാണ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് ഓൺ ഗൂഗിൾ പ്ലേ ഞെക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതായിരിക്കും. ഗൈസ്, ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നുണ്ട്. വെബ്സൈറ്റ് നിങ്ങൾക്ക് അവിടെ അടിച്ചാൽ കിട്ടുന്നതായിരിക്കും. ഗൈസ്, പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കിട്ടുന്നുണ്ട്. ഗൈസ്, ഇത് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൈസ്, അവിടെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഓൺ പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഗൈസ്, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് ഒരു ഓപ്പൺ എന്ന ബട്ടൺ കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ അടിക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നുണ്ട്, സൈൻ അപ്പ്. ഇത് നിങ്ങൾക്ക് വേണം, നിങ്ങൾ ചെയ്തേ പറ്റൂ ഗൈസ്. എന്നാലേ ഇത് ചെയ്താൽ നിങ്ങൾക്ക് സൈൻ അപ്പ് വിത്ത് ഗൂഗിളും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ചിലപ്പം ഗൂഗിൾ വർക്ക് ചെയ്തില്ല. വേണം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഗൈസ്, ഇത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷന് ജസ്റ്റ് ഒരു പെർമിഷനെ ചോദിക്കത്തുള്ളൂ. ഭയങ്കര ഡേഞ്ചറസ് ആപ്ലിക്കേഷൻ ഒന്നുമല്ല ഗൈസ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന തരം ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അലൗ ചെയ്യുക. അതിനുശേഷം ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നതായിരിക്കും. ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ്, മ്യൂസിക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഗൈസ്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ എന്താ ഫോട്ടോസാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഫോട്ടോസ് ട്രാൻസ്ഫർ ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടിക്ക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് ബ്ലൂ കളറിൽ ഇങ്ങനെ സെലക്ട് ആവും. സെലക്ട് ആയതിന് ശേഷം ഗൈസ്, നിങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് താഴെ ഒരു ഓപ്ഷൻ കിട്ടും, സെൻഡ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് മറ്റേത് ആ വെബ്സൈറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് 6 ഡിജിറ്റ് കീ കിട്ടും. ആ 6 ഡിജിറ്റ് കീ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. രണ്ടും ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലും വേണമെങ്കിൽ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോർ ആപ്ലിക്കേഷനായിട്ടുള്ള നമ്മളെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ട്രാൻസ്ഫോർ ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോസ് 100 MB താഴെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ.